Further evidence of the spread of hantavirus on board a cruise ship. This is a really complicated and sensitive operation. They are in quarantine for 15 days. French national has tested positive for hantavirus. On the evacuation effort now underway for dozens of passengers on a cruise ship. 1994 ജൂൺ 12 ഫ്ലോറിഡയിൽ നിന്നും അലാസ്കയിലേക്കുള്ള യാത്രാമതിയായിരുന്നു ഐലൻഡ് പ്രിൻസസ് എന്ന ആഡംബര ക്രൂയിസ് കപ്പൽ. പസഫിക്കിന്റെ വടക്ക് പടിഞ്ഞാറൻ കൊടുങ്കാറ്റുകളിലൂടെ സഞ്ചരിച്ച് ഷെഡ്യൂൾഡ് ക്രൂയിസിന്റെ പകുതിയിലേറെ ദൂരം പിന്നിട്ട ആ കപ്പലിൽ 1200ഓളം യാത്രക്കാരും 900 ജീവനക്കാരും ഉണ്ടായിരുന്നു. അന്ന് 1994 ജൂൺ 12 വൈകിട്ടായപ്പോഴേക്കും കപ്പലിലെ ഒരു ക്രൂ അംഗത്തിന് ഗുരുതരമായ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു. 2 ദിവസമായി അയാൾക്ക് നേരിയ പനിയുണ്ടായിരുന്നു. പനി മൂർച്ഛിച്ച് ശ്വാസം മുട്ടി ജീവൻ അപകടത്തിലാകുന്ന നില വന്നപ്പോൾ കപ്പലിലെ മെഡിക്കൽ വിഭാഗം കോഡ് റെഡ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. കപ്പലിലെ ഡോക്ടർമാർക്ക് നിഗമനങ്ങളിലെത്താൻ കഴിയാതായപ്പോൾ അമേരിക്കൻ ആരോഗ്യ വകുപ്പിലെ വിദഗ്ധർക്ക് കേസ് ഫയൽ കൈമാറ്റം ചെയ്യപ്പെട്ടു. കപ്പൽ താൽക്കാലികമായി കാലിഫോർണിയൻ തീരത്ത് അടുപ്പിച്ച് CDS വിദഗ്ധർ രോഗിയെ പരിശോധിച്ചു. ഹാൻറ്റാവൈറസ് പൾമണറി സിൻഡ്രോം എന്ന HPS ആണ് കപ്പലിലെ ക്രൂ മെമ്പറിനെ ബാധിച്ചതെന്ന് പരിശോധനകളിൽ വ്യക്തമായിരുന്നു. എന്തായിരുന്നു അതുവരെ ഹാൻറ്റാവൈറസ്? കപ്പലിൽ രോഗം കണ്ടെത്തുന്നതിന് 1 വർഷം മുമ്പ് മാത്രമാണ് ഹാൻറ്റാവൈറസ് ജനശ്രദ്ധയിലേക്ക് വന്നിരുന്നത്. 1993 അമേരിക്കയിലെ 4 കോർണേഴ്സ് എന്നറിയപ്പെടുന്ന അരിസോണ, ന്യൂമെക്സിക്കോ, കൊളറാഡോ, യൂറ്റ എന്നീ 4 സംസ്ഥാനങ്ങളിലുണ്ടായ ഹാൻറ്റാവൈറസ് ബാധ അമേരിക്കയെ ഞെട്ടിച്ചിരുന്നു. 1993 മെയ് മാസത്തിൽ ന്യൂമെക്സിക്കോയിലെ ഒരു യുവാവ് അതിവേഗം പടരുന്ന ശ്വാസതടസ്സം മൂലം മരിച്ചു. ആ യുവാവിൻ്റെ പ്രതിശ്രുത വധു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സമാനമായ ലക്ഷണങ്ങളോടെ മരണപ്പെട്ടിരുന്നു. പിന്നെയും ആരോഗ്യവാന്മാരായ നിരവധി യുവാക്കൾ അതിവേഗം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ബാധിച്ച് മരിക്കാൻ തുടങ്ങി. രോഗബാധിതരുടെ ശ്വാസകോശം പെട്ടെന്ന് ദ്രാവകം കൊണ്ട് നിറയുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവർ മരണപ്പെടുന്നു. ആദ്യം ഈ രോഗം പ്ലേഗ് ആണെന്നായിരുന്നു നിഗമനം. ലബോറട്ടറി പരിശോധനകളിൽ അതൊരു പുതിയ തരം വൈറസാണെന്ന് തെളിഞ്ഞു. അമേരിക്കയിലെ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ എന്ന CDS നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ ഇത് ഒരുതരം ഹാൻറ്റാവൈറസ് ആണെന്ന് കണ്ടെത്തി. ഏഷ്യയിലും യൂറോപ്പിലും കണ്ടുവന്നിരുന്ന ഹാൻറ്റാവൈറസുകൾ സാധാരണയായി വൃക്കകളെയാണ് ബാധിക്കാറുള്ളത്. എന്നാൽ ഈ പുതിയ വൈറസ് ശ്വാസകോശത്തെയാണ് ലക്ഷ്യമിട്ടത്. ഇതിനവർ സിൻ നോംബ്രെ എന്ന് പേരിട്ടു. സ്പാനിഷ് ഭാഷയിൽ ഇതിനർത്ഥം പേരില്ലാത്ത വൈറസ് എന്നാണ്. രോഗം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. 1992-93 കാലഘട്ടത്തിൽ അരിസോണയിലും ന്യൂമെക്സിക്കോയിലുമെല്ലാം ലഭിച്ച അമിതമായ മഴയെ തുടർന്ന് സസ്യങ്ങൾ ധാരാളമായി വളർന്നു. അതോടെ മേഖലയിലെ ഡീർ മൈസ് എന്ന ഒരിനം എലികളുടെ എണ്ണം വർദ്ധിച്ചു. ഈ എലികളുടെ വിസർജ്യത്തിലും മൂത്രത്തിലും ഉമിനീരിലും ഹാൻറ്റാവൈറസ് ഉണ്ടായിരുന്നു. എലികളുടെ ഉണങ്ങിയ വിസർജ്യം പൊടിയായി അന്തരീക്ഷത്തിൽ കലരുകയും അത് ശ്വസിക്കുന്നതിലൂടെ മനുഷ്യരിലേക്ക് വൈറസ് എത്തുകയും ചെയ്തു. അന്ന് എലികളെ കൊന്ന രോഗം നിയന്ത്രിച്ചെങ്കിലും കപ്പലിൽ ഹാൻറ്റാവൈറസ് ബാധ കണ്ടതോടെ CDS പരിഭ്രാന്തരായി. അവർ രോഗത്തിൻ്റെ ഉറവിടം എന്താണെന്ന് പരിശോധിച്ചു. കപ്പൽ മുഴുവൻ പരിശോധിച്ചപ്പോൾ അവർ നിരവധി എലികളെ കണ്ടു. പക്ഷേ അവയിലൊന്നിലും ഹാൻറ്റാവൈറസ് ബാധയുണ്ടായിരുന്നില്ല. പിന്നെ കപ്പലിൻ്റെ ലോഗ് ബുക്ക് പരിശോധിച്ചു. കാലിഫോർണിയയിൽ എലിശല്യത്തിന് കുപ്രസിദ്ധിയുള്ള ഒരു പോർട്ടിലെ വെയർഹൗസിൽ നിന്ന് കപ്പലിലേക്ക് സാധനങ്ങളും ഉപകരണങ്ങളും കയറ്റിയെന്ന് കണ്ടെത്തി. അവർ അവിടെയുള്ള എലികളിൽ ഹാൻറ്റാവൈറസ് കണ്ടെത്തി. പെട്ടികൾ കയറ്റുന്നതിനിടയിലോ വെയർഹൗസ് വൃത്തിയാക്കുന്നതിനിടയിലോ വൈറസ് എയറോസോളൈസ് ചെയ്യപ്പെട്ട് ക്രൂ അംഗത്തിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചതാണ്. അന്ന് അവരതിനെ അവിടെ നിയന്ത്രിച്ച് നിർത്തി. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. ഇനിയും പിന്നോട്ട് പോയാൽ ഹാൻറ്റാവൈറസിൻ്റെ ജീനുകൾ കണ്ടെത്താം. ദക്ഷിണ കൊറിയയിലെ ഹാൻഡൻ നദീപ്രദേശത്ത് നിന്നാണ് ഹാൻറ്റാവൈറസ് എന്ന പേര് വരുന്നത്. 1970കളുടെ അവസാനത്തിൽ ഡോക്ടർ ഹോ വാങ് ലീയാണ് ഹാൻറ്റാവൈറസിനെ ആദ്യമായി വേർതിരിച്ചത്. 1950കളിലെ കൊറിയൻ യുദ്ധകാലത്ത് ആയിരക്കണക്കിന് സൈനികർക്ക് ഒരു നിഗൂഢമായ രക്തസ്രാവവും പനിയും ബാധിച്ചിരുന്നു. എന്നിട്ടും പക്ഷേ ആ വൈറൽ ഏജന്റിനെ തിരിച്ചറിയാൻ പതിറ്റാണ്ടുകളുടെ ഗവേഷണം വേണ്ടി വന്നു. ജീവശാസ്ത്രപരമായി ഹാൻറ്റാവൈറസുകൾ ബുന്യാവിരിഡെ കുടുംബത്തിൽപ്പെടുന്നു. അവ ഒരു ലിപ്പിഡ് മെംബ്രെയിനാൽ ചുറ്റപ്പെട്ടതുമാണ്. ഈ വൈറസിൽ ഒരു സിംഗിൾ സ്ട്രാൻഡഡ് RNA ജീനോമാണുള്ളത്. 2 തരം ഹാൻറ്റാവൈറസുകളുണ്ട്. പഴയ കൊറിയൻ ഹാൻറ്റാവൈറസുകൾ യൂറോപ്പിലും ഏഷ്യയിലുമാണ് കാണപ്പെടുന്നത്. ഇവ വൃക്കകളെ തകർത്ത് കടുത്ത പനിയുണ്ടാക്കും. 70% കേസുകളിലും മരണം സംഭവിക്കുന്നുവെന്നാണ് റെക്കോർഡുകൾ പറയുന്നത്. പുതിയ ഹാൻറ്റാവൈറസുകൾ തെക്ക് വടക്ക് അമേരിക്കകളിലാണ് സാധാരണയായി കാണുക. ഇവ ശ്വാസകോശത്തെ ബാധിച്ച് വെള്ളക്കെട്ടുണ്ടാക്കും. പനി ബാധിച്ച് രോഗി അത്യാസന്ന നിലയിലാകും. വൈറസ് പകരുന്നതും വിചിത്രമായ വഴികളിലൂടെയാണ്. എലികളിലാണ് വൈറസ് ജീവിക്കുക, പക്ഷേ എലികളിൽ രോഗം പ്രകടമായിരിക്കില്ല. വൈറസ് മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നുമില്ല. എലികളുടെ മൂത്രം, കാഷ്ഠം, ഉമിനീർ എന്നിവിടങ്ങളിലൂടെയെല്ലാം വൈറസ് പകരും. ഉണങ്ങിയ എലിമാലിന്യങ്ങളിൽ വൈറസ് കാണപ്പെടുന്നു. മനുഷ്യർ അത് ശ്വസിക്കുമ്പോൾ വൈറസ് ശ്വാസകോശത്തിലേക്ക് പ്രവേശിച്ച് പെരുകും. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ 1 മുതൽ 5 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണാം.
രോഗികൾക്ക് ക്ഷീണം, പനി, പേശിവേദന എന്നിവ അനുഭവപ്പെടും. പ്രത്യേകിച്ച് തുടകൾ, ഇടുപ്പ്, പുറം തുടങ്ങിയ വലിയ പേശി ഗ്രൂപ്പുകളിലാണ് വേദന. 4 മുതൽ 10 ദിവസത്തിനുള്ളിൽ രോഗം വേഗത്തിൽ പുരോഗമിക്കുന്നു. ശ്വാസകോശം ദ്രാവകം കൊണ്ട് നിറയാൻ തുടങ്ങും. ഇത് പൾമണറി എഡിമ എന്നറിയപ്പെടുന്ന അവസ്ഥയാണ്. കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു. HPSനുള്ള മരണനിരക്ക് ഏകദേശം 38% എന്ന് കണക്കാക്കിയിട്ടുണ്ട്. ആദ്യ ലക്ഷണങ്ങൾ വ്യക്തമല്ലാത്തതിനാൽ ഹാൻഡാവൈറസ് രോഗനിർണയം ബുദ്ധിമുട്ടാണ്. ഹാൻഡാവൈറസ് ആൻറ്റിബോഡികൾ തിരിച്ചറിയുന്നതിനുള്ള രക്തപരിശോധനകളിലൂടെയോ വൈറൽ RNA തന്നെ കണ്ടെത്തുന്നതിന് PCR എന്ന പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഉപയോഗിച്ചോ ആണ് രോഗം സ്ഥിരീകരിക്കുക. ഹാൻഡാവൈറസ് അണുബാധയ്ക്ക് നിലവിൽ പ്രത്യേക ചികിത്സയോ വാക്സിനോ ആൻറ്റിവൈറൽ ചികിത്സയോ ഇല്ല. സപ്പോർട്ടീവ് കെയർ മാത്രമാണ് നിലവിലുള്ളത്. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഹാൻഡാവൈറസ് പകരില്ലെന്ന് ആശ്വസിക്കുമ്പോഴും ഈ അടുത്തുണ്ടായ ചില സംഭവങ്ങൾ അതിനെ തിരുത്തുന്നുണ്ട്. ചിലിയിലും അർജന്റീനയിലും കണ്ടെത്തിയ ഹാൻഡാവൈറസ് വേരിയേഷനുകൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നുണ്ട്. ഇത് വ്യാപകമായല്ല, പക്ഷെ പകരുന്നുണ്ട്. ദീർഘനേരം രോഗിയുമായുള്ള സമ്പർക്കമാണ് രോഗം പടർത്തുന്നത്. ഇനിയിപ്പോൾ സംഭവിക്കുന്നത് പറയാം. MV ഹോണ്ടിയാസ് എന്ന കപ്പലാണ് ഇപ്പോൾ ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രം. കാരണം ഈ കപ്പലിൽ 10-ലേറെ പേർക്ക് ഇപ്പോൾ ഹാൻഡാവൈറസ് ബാധയുണ്ട്. അവരിൽ 3 പേർ മരിച്ചു. ഒരു കരയിലും കപ്പലടുപ്പിക്കാൻ അനുവാദം കിട്ടാതെ, ഗതി കിട്ടാതെ അലയുകയാണ് ഇപ്പോൾ MV ഹോണ്ടിയാസ്. ജീവനക്കാരും യാത്രികരുമടക്കം 160 പേരെ വഹിച്ച് അർജന്റീനയിലെ തെക്കേ അറ്റത്തുള്ള തുറമുഖമായ ഉഷുവയിൽ നിന്ന് ഇക്കഴിഞ്ഞ ഏപ്രിൽ 1 MV ഹോണ്ടിയാസ് യാത്ര ആരംഭിച്ചത്. ആദ്യത്തെ ആഴ്ചയ്ക്ക് ശേഷം ഒരു യാത്രക്കാരന് പനി ബാധിച്ചു. തുടക്കത്തിൽ അത് വലിയ ആശങ്കയുണ്ടാക്കിയില്ല. കപ്പലിലെ മെഡിക്കൽ സംഘം സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു. അധികം വൈകാതെ രോഗിയുടെ അവസ്ഥ വഷളായി. കഠിനമായ ശ്വാസതടസ്സം, പനി, ശാരീരിക അസ്വസ്ഥത എന്നിവ വർദ്ധിച്ചു. അധികം വൈകാതെ ഈ രോഗി മരിച്ചു. ഒരു പ്രതിസന്ധിയായി. താമസിയാതെ കൂടുതൽ യാത്രക്കാർ സമാനമായ രോഗലക്ഷണങ്ങളോടെ കിടപ്പിലായി. ഒറ്റപ്പെട്ട സംഭവം ഒരു ക്ലസ്റ്ററായി മാറി. ലക്ഷണങ്ങൾ കാണിക്കുന്ന യാത്രക്കാരെ ഒറ്റപ്പെടുത്തി. എന്നാൽ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ സ്ഥിതിഗതികൾ വികസിച്ചുകൊണ്ടിരുന്നു. സംശയിക്കപ്പെടുന്ന കേസുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ കപ്പലിലെ ജീവനക്കാർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ സമീപിച്ചു. അവിടെയുള്ള വിദഗ്ധർ രോഗലക്ഷണങ്ങളും പാറ്റേണുകളും വിശകലനം ചെയ്തു. ഹാൻഡാവൈറസിൻ്റെ അത്യപൂർവമായ ആൻറ്റി സ്ട്രെയിൻ, അതായത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന വേരിയൻ്റാണ് കപ്പലിൽ മരണനൃത്തമാടിയത്. കപ്പൽ അറ്റ്ലാന്റിക് കടന്ന് യാത്ര തുടർന്നപ്പോൾ സ്ഥിതി കൂടുതൽ വഷളായി. മറ്റൊരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. യാത്രക്കാർക്കിടയിൽ പരിഭ്രാന്തി പടർന്നു. കേപ്പ് വേർഡെ ഉൾപ്പെടെയുള്ള സമീപ തുറമുഖങ്ങളിൽ കപ്പൽ ഡോക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നു. രോഗബാധിതനായ കപ്പലിനെ ഡോക്ക് ചെയ്യാൻ അനുവദിച്ചാൽ പ്രതിഷേധമുണ്ടാകുമെന്ന് ഭയന്ന് കപ്പലിന് താൽക്കാലികമായി പ്രവേശനം നിഷേധിച്ചു. അതേസമയം ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ ഒഴിപ്പിക്കാനും ശ്രമം നടന്നു. ചിലരെ സെന്റ് ഹെലേന പോലുള്ള വിദൂര സ്ഥലങ്ങളിലെ ക്വാറന്റൈനിലേക്ക് കൊണ്ടുപോയി മറ്റുള്ളവരെ ദക്ഷിണാഫ്രിക്കയിലെ ആശുപത്രികളിലേക്ക് മാറ്റി. സാഹചര്യത്തെക്കുറിച്ചുള്ള വാർത്ത പുറം ലോകത്തെത്തിയതോടെ പരിഭ്രാന്തി കൂടി. 1-ലധികം രാജ്യങ്ങളിൽ കോൺടാക്ട് ട്രേസിംഗ് ആരംഭിച്ചു. യാത്രക്കാരും ജീവനക്കാരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. കപ്പലിൽ നിന്നും നേരത്തെ ഇറങ്ങിയ ഒരു യാത്രക്കാരന് പിന്നീട് സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഹാൻഡാവൈറസ് പോസിറ്റീവ് സ്ഥിരീകരിച്ചപ്പോൾ രോഗവ്യാപനത്തിൻ്റെ അന്താരാഷ്ട്ര മാനം വ്യക്തമായി. ക്രൂയിസ് കപ്പലുമായി ബന്ധപ്പെട്ട യൂറോപ്പിലെ ആദ്യത്തെ സ്ഥിരീകരിച്ച ഹാൻഡാവൈറസ് കേസാണിത്. ഒടുവിൽ കപ്പൽ കാനറി ദ്വീപിലേക്ക് തിരിച്ചുവിട്ടു. അവിടെ കപ്പൽ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യലായിരുന്നു ലക്ഷ്യം. കർശനമായ ആരോഗ്യ പ്രോട്ടോക്കോളുകൾക്ക് കീഴിൽ യാത്രക്കാരെ ക്വാറന്റൈൻ ചെയ്യുകയും പരിശോധിക്കുകയും ക്രമേണ അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമാക്കി. പക്ഷേ ഭീതി അവശേഷിച്ചു. കപ്പലിലെ 3 പേരാണ് ഹാൻഡാവൈറസ് ബാധ സ്ഥിരീകരിച്ച് മരിച്ചത്. നമ്മൾ ഭയക്കേണ്ടതുണ്ടോ? രോഗം ബാധിക്കുന്നതിൽ 40% മരിക്കുന്നു എന്നുള്ള ഇതുവരെയുള്ള കണക്ക് നോക്കുമ്പോൾ ഹാൻഡാവൈറസ് അപകടകാരിയാണ്. ഈ മരണനിരക്ക് COVID-19 അപേക്ഷിച്ച് വളരെ കൂടുതലുമാണ്. എന്നാലും ഒരു വൈറസ് ഭീകരമാകുന്നത് അതിൻ്റെ മരണനിരക്ക് കൊണ്ട് മാത്രമല്ല, അത് എത്ര വേഗത്തിൽ പടരുന്നു എന്നതിനെ കൂടി ആശ്രയിച്ചാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അഭിപ്രായത്തിൽ ഹാൻഡാവൈറസ് ഒരു പാൻഡമിക് ആകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത് വളരെ അപൂർവമാണ്. വ്യാപന വേഗത കുറവാണ്. ഹാൻഡാവൈറസിനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ ഇല്ലെങ്കിലും ഹാൻഡ ഉണ്ടാക്കുന്ന HFRS പനി തടയാനുള്ള വാക്സിനുകൾ ചൈനയിലും കൊറിയയിലും നിലവിലുണ്ട്. കൂടാതെ എലികളെ നിയന്ത്രിക്കുക വഴി ഈ രോഗത്തെ ഫലപ്രദമായി തടയാൻ സാധിക്കും. ഇന്ത്യയിൽ ഹാൻഡാവൈറസ് അപൂർവമാണ്. അതേസമയം നമ്മുടെ കൊച്ചിയിൽ എലികളിൽ നടത്തിയ പരിശോധനയിൽ ഹാൻഡാവൈറസിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ഹാൻഡാവൈറസിൻ്റെ സാന്നിധ്യം ആദ്യമായി ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചത് വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ വന്ന ഒരു കേസിലാണ്. 2016 മുംബൈയിൽ 12 വയസ്സുകാരനായ ഒരു ആൺകുട്ടി ഹാൻഡാവൈറസ് ബാധിച്ച് മരിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഹാൻഡാവൈറസ് കേസുകൾക്ക് കൃത്യമായ ഒരു സെൻട്രൽ രജിസ്ട്രി നിലവിലില്ല. 30-ൽ താഴെ കേസുകളിൽ മാത്രമാണ് ഹാൻഡാവൈറസിനോട് സാമ്യമുള്ള ലക്ഷണങ്ങളോ ആൻറ്റിബോഡികളോ ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ളത്.